നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ എപ്പോഴും കാണുന്നതെന്താ? നേതാക്കളുടെ വലിയ ചിത്രങ്ങള്, പാർട്ടി കൊടികള്, പിന്നെ നിറയെ വാഗ്ദാനങ്ങള്, അല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ ആ കാഴ്ചകൾക്കൊക്കെ അപ്പുറത്തേക്ക് പോവുകയാണ്. ചടയമംഗലം എന്നൊരു മണ്ഡലത്തിന്റെ ഉള്ളിലേക്ക്, അതിന്റെ ഹൃദയത്തിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലുകയാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വ്യക്തികളെക്കുറിച്ചല്ല, പകരം അവരെ ഭരിക്കുന്ന സിസ്റ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ യഥാർത്ഥ കണക്കുകളും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും വെച്ച് നമുക്ക് ചടയമംഗലത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എവിടെയാണ് ഈ ചടയമംഗലം? കേരളത്തിന്റെ മാപ്പിൽ നോക്കിയാൽ കൊല്ലം ജില്ലയിൽ തീരദേശത്തു നിന്നൊക്കെ മാറി ഒരു ഇടനാടൻ മേഖലയിലാണ് ഈ പ്രദേശം. പശ്ചിമഘട്ടത്തിന്റെ അടുത്തായിട്ട് ഇങ്ങനെ കുന്നുകളും താഴ്വരകളുമൊക്കെയായി ശാന്തമായി കിടക്കുന്നൊരിടം. ഇതൊരു ഭൂമിശാസ്ത്രം മാത്രമല്ല, ഇവിടുത്തെ മണ്ണ്, വെള്ളം, കാലാവസ്ഥ ഇതെല്ലാമാണ് സത്യത്തിൽ ഇവിടുത്തെ ആളുകളുടെ ജീവിതം എങ്ങനെയായിരിക്കണം, അവരുടെ വരുമാനം എന്തായിരിക്കണം, എന്തിന് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ പോലും എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത്. ഒരു ഭരണം എത്രത്തോളം വിജയിച്ചു എന്ന് അളക്കാനുള്ള ഏറ്റവും സിമ്പിളായ മാർഗം എന്താണെന്നറിയോ? ഓരോ വീട്ടിലും കൃത്യമായി വെള്ളം എത്തുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ചടയമംഗലത്ത് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. വേനലായാൽ കിണറൊക്കെ വറ്റും, പൈപ്പിൽ എപ്പോ വെള്ളം വരുമെന്ന് ഒരുറപ്പുമില്ല. ഇത് ജനങ്ങളുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിക്കുകയാണ്. വെള്ളത്തിനു വേണ്ടി കാത്തിരുന്ന് ഓരോ കുടുംബത്തിന്റെയും എത്രയോ സമയവും ഊർജവുമാണ് വെറുതെ പോകുന്നത്. അടുത്ത പ്രശ്നം റോഡുകളാണ്. റോഡുകളില്ലേ ഒരു നാടിന്റെ ഞരമ്പുകളാണ്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ചൊരു മഴയൊക്കെ പെയ്താൽ ഗ്രാമങ്ങളിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ തന്നെ പറ്റില്ല. ഇത് വെറുമൊരു യാത്രാ ബുദ്ധിമുട്ടല്ല. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു കർഷകന് അയാളുടെ സാധനങ്ങൾ സമയത്തിന് മാർക്കറ്റിലെത്തിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പേടിയാണ്. പെട്ടെന്നൊരു അസുഖം വന്നാൽ ആശുപത്രിയിലെത്താൻ വൈകും. ഇതെല്ലാം ആ നാടിന്റെ വളർച്ചയെ പിന്നോട്ട് വലിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പഠിപ്പും വിവരവുമുള്ള ചെറുപ്പക്കാർക്ക് ഒരു പഞ്ഞവുമില്ല. പക്ഷെ അവർക്ക് ജോലി എവിടെ? തൊഴിലില്ലായ്മ അതൊരു നിശബ്ദ വൈറസ് പോലെ പടരുകയാ. നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് സ്വന്തം നാട്ടിൽ ഒരു ജോലി കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ ചെറുപ്പക്കാർക്കുണ്ടാകുന്നൊരു നിരാശയുണ്ടല്ലോ, അത് വളരെ വലുതാണ്. അവരുടെ ആ പ്രതീക്ഷയാണ് ഓരോ ഇലക്ഷനിലും വോട്ടായി മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് എഴുതുന്നത് ഓരോ വീട്ടിലെയും അടുക്കളയിലാണ്. സാധനങ്ങൾക്കിങ്ങനെ അടിക്കടി വില കൂടുമ്പോൾ സാധാരണക്കാരന്റെ ബഡ്ജറ്റ് ആകെ തകരും. വരുമാനം അവിടെ തന്നെ നിൽക്കുന്നു, പക്ഷെ ചെലവ് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നു. ഈ ഒരു സമ്മർദ്ദം ഓരോ വീട്ടിന്റെയും സമാധാനത്തെയാണ് ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. നമ്മുടെ ഈ വിശകലനം 6 ഭാഗങ്ങളായിട്ടാണ് പോകുന്നത്. ആദ്യം നമ്മൾ ചടയമംഗലത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും, പിന്നെ അതിന്റെ കാരണങ്ങളിലേക്ക് പോകും, അവസാനം ഇതിനെല്ലാം പ്രായോഗികമായ ചില പരിഹാരങ്ങളും ചർച്ച ചെയ്യും. ശരി, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം ചടയമംഗലത്തെ യാഥാർത്ഥ്യം. ഏതൊരു രാഷ്ട്രീയ വിശകലനവും തുടങ്ങേണ്ടത് എവിടെ നിന്നാണോ? അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ ഓരോ ദിവസത്തെയും ബുദ്ധിമുട്ടുകളിൽ നിന്ന്. ഈ മണ്ഡലത്തിലെ ഒരു സോഷ്യൽ സ്ട്രക്ചർ നോക്കിയാൽ ഏകദേശം 64% ഹിന്ദുക്കളാണ്. പിന്നെ 19% മുസ്ലിമുകളും 16% ക്രിസ്ത്യാനികളും. ഇനി ഹിന്ദു വിഭാഗത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നായർ, ഈഴവ സമുദായങ്ങളാണ് പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകൾ. ഇതൊന്നും വെറും കണക്കുകളല്ല കേട്ടോ. ഓരോ തിരഞ്ഞെടുപ്പിലും ആര് ജയിക്കണം, ആര് തോൽക്കണമെന്ന് തീരുമാനിക്കാൻ കഴിവുള്ള സാമൂഹിക ശക്തികളാണ് ഇതിന് പിന്നിലുള്ളത്. ജനങ്ങളുടെ പരാതികളൊന്ന് അടുക്കിവെച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. ഇതൊന്നും ഓരോരോ പ്രശ്നങ്ങളല്ല, എല്ലാം ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വെള്ളമില്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, നല്ല റോഡില്ലാത്തതുകൊണ്ട് കച്ചവടം നടക്കുന്നില്ല, ആശുപത്രിയിൽ ആവശ്യത്തിന് സ്റ്റാഫില്ലാത്തതുകൊണ്ട് ചികിത്സ വൈകുന്നു, മലയോര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കവറേജ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളുടെ ഓൺലൈൻ പഠനം വരെ മുടങ്ങുന്നു. ഇതിനൊക്കെ പുറമെയാണ് വനാതിർത്തിയിലുള്ള കർഷകർക്ക് ആനയിൽ നിന്നും പന്നിയിൽ നിന്നും കൃഷി നശിക്കുന്ന പ്രശ്നം. ശരി, ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. ഇലക്ഷനിലെ നമ്പറുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. കാരണം ഓരോ വോട്ടും വെറുമൊരു അക്കമല്ല, അത് ജനങ്ങളുടെ വികാരങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഒരു അടയാളമാണ്. കഴിഞ്ഞ 3 അസംബ്ലി ഇലക്ഷനുകളിലെ വോട്ട് ഷെയറിലേക്കൊന്ന് നോക്കൂ. വളരെ വ്യക്തമായൊരു ട്രെൻഡ് കാണാം. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയായ CPIയുടെ വോട്ട് ഷെയർ പതുക്കെ കുറഞ്ഞു വരികയാണ്. 2011 അവർക്ക് 56% വോട്ട് കിട്ടി. പക്ഷേ 2021 ആയപ്പോഴേക്കും അത് 46% താഴെയായി. അതേസമയം BJPയുടെ വോട്ട് 3% നിന്ന് 15% കുത്തനെ ഉയർന്നു. എന്താണിതിന്റെ അർത്ഥം? ഇവിടുത്തെ രാഷ്ട്രീയം മാറുകയാണ്. ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനമായ നമ്പർ, 9.3%. 2021 തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA ജയിച്ചത് വെറും 9.3% വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. രാഷ്ട്രീയത്തിലിത് വളരെ ചെറിയൊരു മാർജിനാണ്. ഒരു ചെറിയ വിഭാഗം വോട്ടർമാർ ഒന്ന് മാറി ചിന്തിച്ചാൽ മതി, അടുത്ത തവണ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ മാറിമറിയാം. ഇത് ഈ മണ്ഡലത്തെ വളരെ പ്രവചനാതീതമാക്കുന്നു. നിലവിലെ MLA ജെ ചിഞ്ചുറാണിയാണ്. അവർ സംസ്ഥാന മന്ത്രി കൂടിയാണ്.
തീർച്ചയായും അതൊരു വലിയ പ്ലസ് പോയിന്റാണ്. വികസന കാര്യങ്ങൾക്കൊക്കെ അത് ഗുണം ചെയ്യും. പക്ഷേ അവർ ആദ്യമായി ജയിച്ച MLA ആണ്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു എന്നതൊരു ദൗർബല്യവുമാണ്. സ്വാഭാവികമായും എതിരാളികൾ ഈയൊരവസരം മുതലെടുക്കാൻ തന്നെയാവും ശ്രമിക്കുക. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് വോട്ടർമാരുടെ ചിന്ത ഇങ്ങനെ മാറുന്നത്? ഈ കാണുന്ന നമ്പറുകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ജനങ്ങളുടെ ഈ അതൃപ്തിക്ക് പിന്നിൽ പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. 1. ക്ഷേമ പദ്ധതികളൊക്കെ നല്ലത് തന്നെ, പക്ഷേ അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നൊരു ജോലിയാണ് ആളുകൾക്ക് വേണ്ടത്. 2. ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് ഒരുപാട് പേർ തിരിച്ചു വരുന്നുണ്ട്. അതിവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ പുതിയൊരു സമ്മർദ്ദമുണ്ടാക്കുന്നു. 3. സഹിക്കാൻ പറ്റാത്ത വിലക്കയറ്റം. 4ാമത്തെ കാരണം, സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ നിലപാടുകൾ വോട്ടിങ്ങിനെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വെറും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയാവരുത്. ഒരു ജനാധിപത്യ രാജ്യത്ത് പൊതുവേദിയിലെ സംഭാഷണങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെ നമ്മൾ ബഹുമാനിക്കണം. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാവണം വിമർശനങ്ങൾ. ഇത് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരു അടിസ്ഥാന മൂല്യം തന്നെയാണ്. രാഷ്ട്രീയത്തിൽ തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പഠിക്കുന്നത് വളരെ പ്രധാനമാണ്. അവിടുത്തെ വിജയങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനാകും. നമുക്ക് ചടയമംഗലത്തിന്റെ അയൽ മണ്ഡലങ്ങളിലെ ചില ഇലക്ഷൻ തന്ത്രങ്ങൾ ഒന്നു നോക്കാം. ഇപ്പോ ഉദാഹരണത്തിന് കുണ്ടറയിൽ ചെറുപ്പക്കാരെ വെച്ച് നടത്തിയ ചിട്ടയായ വീട് കയറിയുള്ള പ്രചാരണം വലിയ മാറ്റമുണ്ടാക്കി. കൊട്ടാരക്കരയിലാണെങ്കിൽ ക്രിസ്ത്യൻ സഭകളുമായി നല്ല ബന്ധം സ്ഥാപിച്ചത് വോട്ടായി മാറി. പുനലൂരിൽ ജനങ്ങൾക്ക് വേണ്ട ദൈനംദിന സേവനങ്ങളൊന്നും മുടങ്ങാതെ എത്തിച്ചുകൊടുത്തത് ഭരണപക്ഷത്തിന് ഗുണം ചെയ്തു. അപ്പോ ഈ തന്ത്രങ്ങളൊന്നും കണ്ണുമടച്ച കോപ്പിയടിക്കുകയല്ല വേണ്ടത്. പകരം ചടയമംഗലത്തെ സാഹചര്യത്തിന് ചേരുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം. ഈ ഡേറ്റയൊക്കെ വെച്ച് എങ്ങനെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാം എന്നതിനൊരു ബ്ലൂ പ്രിന്റാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ 3 കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കണം. ഇതിനെ നമുക്ക് ഗവേണൻസ് ആക്സിലറേറ്ററുകൾ എന്ന് വിളിക്കാം. 1. വെള്ളം. 6 മാസം കൊണ്ട് എല്ലാ പൈപ്പ് ലൈനുകളും നന്നാക്കി 24 മണിക്കൂറും വെള്ളം കൊടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കണം. 2. റോഡുകൾ. വരുന്ന 6 മാസത്തിനുള്ളിൽ ഗ്രാമങ്ങളിലെ ഏറ്റവും മോശം റോഡുകളെങ്കിലും നന്നാക്കണം. 3. തൊഴിൽ. ചെറുപ്പക്കാർക്ക് വേണ്ടി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ തുടങ്ങി അവർക്ക് ജോലി വായ്പകൾ ഉണ്ടാക്കണം. ഈ 3 കാര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവന്നാൽ ജനങ്ങളുടെ ചിന്തയിലും മാറ്റം വരും. രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വോട്ടർമാരോട് സംസാരിക്കാൻ പ്രധാനമായും 4 തരം രീതികളുണ്ട്. ഇതിനെ നമുക്ക് ചതുർമുഖ സിദ്ധാന്തം എന്ന് പറയാം. ഒന്നുകിൽ ശിവനെപ്പോലെ എതിരാളികളുടെ തെറ്റുകളെ ശക്തമായി ആക്രമിക്കാം, അല്ലെങ്കിൽ വിഷ്ണുവിനെപ്പോലെ സ്ഥിരതയും സുരക്ഷയും വാഗ്ദാനം ചെയ്യാം. അതുമല്ലെങ്കിൽ ബ്രഹ്മാവിനെപ്പോലെ പുതിയ ആശയങ്ങളും വികസനവും മുന്നോട്ട് വയ്ക്കാം. 4ാമത്തേത് ദുർഗയെപ്പോലെ സാധാരണക്കാരന്റെ സംരക്ഷകനായി സ്വയം അവതരിപ്പിക്കാം. സാഹചര്യത്തിനനുസരിച്ച് ഈ 4 ഭാവങ്ങളും ഉപയോഗിക്കുന്നവരാണ് സ്മാർട്ട് പൊളിറ്റീഷ്യൻസ്. ഒരു ഇലക്ഷൻ ജയിക്കാൻ വലിയ വലിയ ആശയങ്ങൾ മാത്രം പോരാ, അത് താഴെത്തട്ടിലെത്തിക്കാൻ നല്ലൊരു ഓർഗനൈസേഷനും വേണം. സ്ഥാനാർത്ഥി ആരാവണം, പ്രചാരണ വിഷയം എന്താവണമെന്നൊക്കെ തീരുമാനിക്കുന്നത് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. പക്ഷേ ബൂത്ത് തലത്തിൽ ആൾക്കാരെ ഓർഗനൈസ് ചെയ്യുന്നതും വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുന്നതുമൊക്കെ ഓപ്പറേഷന്റെ ഭാഗമാണ്. സ്ട്രാറ്റജിയില്ലാത്ത പ്രവർത്തനം വെറും ബഹളം മാത്രമാവും. പ്രവർത്തനമില്ലാത്ത സ്ട്രാറ്റജി വെറും സ്വപ്നമായി തീരും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. ഇന്നത്തെ കാലത്ത് ഇലക്ഷൻ പ്രചാരണം ഒരുപാട് ഡേറ്റയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോഴും അവരുമായി സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുമ്പോഴുമൊക്കെ ഒരൊറ്റ കാര്യം മനസ്സിൽ വെക്കണം: വിശ്വാസം. ഇന്ത്യയുടെ പുതിയ ഡേറ്റാ സംരക്ഷണ നിയമപ്രകാരം ഓരോ പൗരന്റെയും സ്വകാര്യതയെ ബഹുമാനിക്കേണ്ടത് നിർബന്ധമാണ്. അവരുടെ സമ്മതമില്ലാതെ അവരുടെ വിവരങ്ങൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധം മാത്രമല്ല, അത് ജനാധിപത്യത്തിലുള്ള വിശ്വാസം തന്നെ തകർക്കും. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ച കണക്കുകളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വത്തിലേക്ക് എത്താമെന്ന് നമുക്ക് നോക്കാം. അപ്പോ അവസാനം ചടയമംഗലത്തെ വോട്ടർമാരുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: നിലവിലുള്ള ഈയൊരു പോക്ക് മതിയോ, അതോ നമ്മുടെയൊക്കെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഭരണം വേണോ? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ മണ്ഡലത്തിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്.
ശരിക്കും ജനങ്ങളെ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവാകാനാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന വിലാസത്തിലോ 083042041602 എന്ന നമ്പറിലോ വിളിക്കാം. ഓർക്കുക, രാഷ്ട്രീയം അതിന്റെ ലക്ഷ്യങ്ങൾക്കപ്പുറം വളരണം.